സ്ത്രീകൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതൊരു 100,000 കാരണങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഫേസ്റ്റ്ലി, നമ്മൾ എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ ഓൺ വുമൺ അതുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരു കുറവുമില്ല. ഇനി ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് ലൈഫിൽ ഒരു നിങ്ങളുടെ ഒരു വളരെയധികം നിങ്ങൾ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എങ്ങനെയാണ് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നത്? ഫേസ്റ്റ്ലി, ഒരു മാരേജ് കഴിഞ്ഞ് ഫോർ എക്സാമ്പിൾ, അപ്പോ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഒരു നല്ല മാരേജിലല്ല എൻഡ് അപ്പ് ചെയ്തേന്നുണ്ടെങ്കിൽ, മോനെ ദിനേശ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഫിനാൻസ് വേണം. കാരണം ഫൈനാൻസ് അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് ഇൻകം, ആ ഒരു ഇൻകം നിങ്ങൾക്ക് തരുന്നത് ഒരു മന്ത്ലി ഒരു അഷുറൻസ് മാത്രമല്ല, പക്ഷെ ദാറ്റ് ഇസ് ഓൾസോ ഗിവിംഗ് യു എ സെറ്റ് ഓഫ് കോൺഫിഡൻസ് ടു ഡു തിങ്സ് റൈറ്റ്. ശരിയായ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ വേറെ ആരോടും ഡിപ്പെൻഡന്റ് ആവാതെ നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു പവറാണ് പൈസ തരുന്നത്. ഇപ്പോ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിലേക്ക് പോവാണെങ്കിൽ, ഇൻ കേസ് ഒരു അധികം നല്ലൊരു മാരേജ് സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി വരാനായിട്ട് ആ ഒരു നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്ത് തന്നെ പൈസ ചോദിച്ച് ഇറങ്ങി വരേണ്ട ആവശ്യം വരില്ല ഇഫ് യു ആർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പൈസ ഉണ്ടാക്കാനുള്ള ആ ഒരു ജേർണി ഒരിക്കലും ഈസി അല്ല. അത് സ്ട്രെസ് ഉണ്ടാവും, നിങ്ങൾക്ക് പല കാര്യങ്ങളും ടുഗെദർ ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ടാവും. പക്ഷെ ഫിനാൻസ് അല്ലെങ്കിൽ മണി തരുന്ന ഒരു പവർ, ദാറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. പവർ എന്ന് പറയുമ്പോൾ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്നതല്ല, എത്ര ചെറിയ തുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇനി മറ്റൊരു സിനാരിയോ എടുക്കാം. ഒരു നല്ല അടിപൊളി ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കാമെന്നാണ് കരുതട്ടെ. സ്വന്തം ഭർത്താവിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ജോബ് ലൂസ് ചെയ്തു, അപ്പോ ആ ഒരാൾ ഒറ്റയ്ക്ക് അത്രയും സപ്പോർട്ട് ആയിട്ടിരിക്കേണ്ട കാര്യം നിങ്ങൾക്കും ആ ഒരു ആളുടെ കൂടെ ചേർന്ന് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. കാര്യമില്ല, കുഴപ്പമില്ല, ഈ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനായിട്ട് ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് തരും. തേർഡ്ലി, ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം, അല്ല വേണ്ട, നിങ്ങൾ ഇത്രയും നാള് നോക്കി പൊന്നുപോലെ നോക്കി വളർത്തി നിങ്ങളുടെ പാരന്റ്സിന് ഒരു വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ ജനറലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോഴും കല്യാണം കഴിപ്പിച്ചു വിട്ട ഒരാളുടെ അടുത്ത് ചോദിക്കുന്നതിൽ എത്രയും നല്ലതാണ് സ്വന്തമായി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ കൂടി ഉണ്ടാക്കുന്ന വരുമാനം വെച്ച് അവർക്ക് ഒരു പങ്ക്, അല്ലെ അത് അവർക്ക് മന്ത്ലി അയച്ചു കൊടുക്കുന്നതാവാം, അല്ല വേണ്ട ഒരു ഡ്രസ്സ് വാങ്ങിച്ചൊരു ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഹോസ്പിറ്റൽ ചെലവുകളോ അങ്ങനെ എന്ത് വന്നാലും അത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം. പൈസ എന്നുള്ളൊരു ഫാക്ടർ നമുക്ക് തരുന്നത് കോൺഫിഡൻസ് ആണ്, നമുക്ക് ഒരു ഷോറിറ്റി ആണ്, നമ്മൾക്ക് ഭാവിയിലേക്കുള്ള ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമ്മൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ആണ്, ഫ്രീഡം ആണ്. അല്ലാന്നുണ്ടെങ്കിൽ കൂടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെയധികം ഡിഫറെന്റ് ആയിട്ട് വരും. പിന്നെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരു ജോലി തരുന്ന എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് പല രീതിയിലും പല ഏരിയസിലുള്ള ആൾക്കാരായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള പല കാര്യങ്ങൾക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ജോലിയിൽ നിന്നുള്ള ആൾക്കാരുടെ കണക്ഷൻസ് കൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് കൈൻഡ് ഓഫ് എന്തൊക്കെ തരം ആൾക്കാരുണ്ട്, നിങ്ങളുടെ കാഴ്ചപ്പാട്, പുതിയ പുതിയ കാര്യങ്ങളിലോട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അങ്ങനെ പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട് ഒരു എംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്. സ്ത്രീകൾക്കൊന്നും സ്പെസിഫിക്കലി അല്ല, ഓൾ ടുഗെദർ ആണ് ഞാനത് പറയുന്നത്. ബട്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ട്രസ്റ്റ് ചെയ്ത് പറയാതെ എനിക്ക് വയ്യ. സോ വൈ വുമൻ ഷുഡ് ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് എന്ന് ആലോചിക്കുമ്പോൾ വൈ നോട്ട് എന്നുള്ള ചോദ്യമായിരിക്കണം ഫേസ്റ്റ് നിങ്ങളുടെ എല്ലാവരും മുൻപിൽ വരേണ്ടത്. ബീങ് എംപ്ലോയിഡ് ഓൾവേസ് ഇയേഴ്സ്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്.